വലിയ പറമ്പോ പാടമോ തോട്ടമോ എന്നുമല്ല, ഒരു ചെറിയ മട്ടുപ്പാവ്. ആ മട്ടുപ്പാവിൽ മനോഹരമായൊരു കൃഷിയിടം ഒരുക്കിയിരിക്കുകയാണ് മലയൻകീഴ് വെള്ളിക്കോട് സ്വദേശിനി വസന്തകുമാരി. വലിയൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. നമുക്ക് ചുറ്റും കാണുന്നത് എന്തൊക്കെയാണ്? വളരെ കണ്ണിന് മനോഹരമായ കാഴ്ച, ഒപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ ഈ മട്ടുപ്പാവിൽ ഒരു കുട കീഴിൽ ഒരുക്കിയിരിക്കുകയാണ്. ആ കൃഷി കാഴ്ചകളിലേക്ക് ഇതിലോട്ട് വരാനുള്ള കാലം കൊണ്ട് ഞാൻ കുഞ്ഞുനാളിലെ എനിക്ക് ഭയങ്കര കൃഷിയോട് താല്പര്യമാണ്. ഞാൻ ഞങ്ങൾക്ക് ഒരുപാട് കൃഷിയുള്ള ഒരാളായിരുന്നു. അതൊരു ജന്മി ഭയങ്കര കൃഷി, ശരിക്കും കൃഷി. അപ്പം നെല്ലൊക്കെ തന്നെ ഒരുപാട് അടിച്ചിങ്ങനെ കൊണ്ട് കൃഷിക്കാലം എന്ന് പറയുമ്പോൾ ഒരു കാണാൻ തന്നെ അന്നത്തെ ആൾക്കാർ അന്ന് മക്കളെ വളർത്തിരുന്നത് പേടിപ്പിച്ചാണ് വളർത്തിരുന്നത്. അത് നല്ലത് തന്നെയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ പറയാം അത് അങ്ങനെ പറയാതെ അങ്ങനെ പാടില്ല മക്കൾ. അതിനനുസരിച്ചാണ് ഇന്ന് കുട്ടികളെല്ലാം ഇങ്ങനെ താന്തോന്നികളായിട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുന്നറിയാമോ, ഞാനിങ്ങനെ ഞാറ് വെള്ളം കൊണ്ടുപോകും. അവർക്ക് കൃഷിക്കാർക്ക് വെള്ളം കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞാൻ അച്ഛൻ കാണാണ്ട് ഞാറ് പിഴും. അവർ പിഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാറ് പിഴും. അതിന് ഞാറ്റടി വേറെ ഉണ്ട്, വിത്ത് പാകാനുള്ള നിലം വേറെ ഉണ്ട്. അപ്പോൾ അതിന് ഞാറ്റടി എന്നാണ് പറയുന്നത് പണ്ടുള്ളവർ. ഇപ്പോഴത്തെ ആർക്ക് അറിഞ്ഞൂടാ, അതൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാനും കൊടുത്തു. അപ്പോൾ അവർ വഴക്കുറയും ഇതാ അന്ന് തമ്പട്ടിയായിരുന്നു ഒക്കെ ജമി ഇതാ വരണു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പെടുത്തും. ഇറങ്ങരുത് വയലിലെന്നൊക്കെ അവർ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എവിടെ പോയാലും ഒരു ചെടി കയ്യിലെടുക്കും. എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ മോട്ടിച്ച് കട്ടങ്ങിലൂടെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ കൊണ്ടത് വീട്ടിൽ നട്ട് വലിയ റോസാപ്പൂക്കൾ ശരിക്കും പടർന്ന് നിൽക്കുന്ന ഒരു റോസ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ പൂക്കൊന്നായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോവിഡ് കാലമായി. പിന്നെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിർത്തിയിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വയലിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് വാഴ നട്ട്, ഏത്ത വാഴ നട്ട് ഞാൻ ചാല് കോരി. എന്നിട്ട് ഈ ഇപ്പോഴത്തെ രീതിയിലുള്ള കൃഷികളൊക്കെ അന്ന് എനിക്കൊന്നും അറിയില്ല. എങ്കിൽ കൂടെ ഞാൻ ചാലിൽ കരിയില കൊണ്ടുവന്ന് നിറയ്ക്കും. അപ്പം വെള്ളത്തിൽ കിടന്ന് അത് അരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിനെ കോരിയതിൽ വാഴയാണ് പരീക്ഷ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഇതായിട്ട് അങ്ങനെ കൃഷി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ കൊണ്ടുപോയി. അവിടെയും ഭയങ്കര കൃഷികൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ട്രെയിനിൽ പോകുമ്പോഴും പാടത്ത് പഞ്ചാബിലൊക്കെ പോകും മയിലുകളും ഒക്കെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ ഇവിടെ കാക്ക വരും പോലെയാണ് അവിടെ മയിലുകൾ പഞ്ചാബിലെ അതിലൊക്കെ പാടത്ത് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാൾ കൂടെയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ എന്നിട്ട് എന്തിലും ചെന്ന് നല്ല സാധനത്തിലാണ് കണ്ണു പതിയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് ജമ്മുവിൽ പോയപ്പോൾ അവിടെ ആണെങ്കിൽ അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണാണ്, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ്. അവിടെ ഈ തമിഴ്നാട്ടിലുള്ളവർ എവിടെ പോയാലും അവർ കൃഷി ചെയ്തു. അങ്ങനെ ഒരു ഹാബിറ്റുണ്ട്. മലയാളികൾ മടിയന്മാരാണ്, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, അത് ഞാൻ തെളിയിക്കുന്നത് എൻ്റെ ഫാമിലിയിലും ഉണ്ട്. ചില ആൾക്കാരുണ്ട്. ഒരു ചേച്ചിക്ക് നല്ല കൃഷി താല്പര്യമാണ്. എങ്കിലും ഇപ്പം വയസ്സായി. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ കോട്ടയത്തിൽ താമസിക്കുമ്പോൾ ഇത്രയുള്ള ക്യാബേജൊക്കെ കൃഷി ചെയ്ത് കൊടുക്കും. ഒരു 2.5 കിലോയിൽ കൂടുതൽ വരുന്നോണം പറയാം. അങ്ങനത്തെ അവിടെ മണ്ണ് അങ്ങനത്തെയാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന സാധനങ്ങളാണ്. അവിടെയൊക്കെ പറയുന്നത് അന്നൊന്നും ഇവിടെ 86-ലെ കാര്യമാണ് ഞാൻ 86-88-ലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നേരം എന്തെന്നറിയാമോ, എനിക്ക് ആഗ്രഹം. അപ്പം ഞാൻ കുറച്ച് ചീരയുടെ വിത്ത് ഒരാൾ തന്ന് എൻ്റെ കോട്ടേഴ്സിൻ്റെ ബാക്കിൽ ആയി അതിൻ്റെ വിളവെടുത്തു. അന്നേരം പിന്നെ എന്നിട്ട് എനിക്കിത് കാണുമ്പോൾ ഒന്ന് വിരിവിരാൻ വരും. എന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റൊക്കെ മൂടോടെ പിഴുതുകൊണ്ട് വരും. അവിടെ ജമ്മുവിൽ അങ്ങനെ ബേജാറിൽ പോയാൽ ബേജാറെന്ന കടയിൽ പോയാൽ ഇങ്ങനെ അവർ പിഴുതുകൊണ്ട് വരുന്നത് കാണാം. നമുക്ക് മൂടോടെ പിഴുതുകൊണ്ട് വരും. അതിൻ്റെ കൊണ്ടയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ എന്നെങ്കിലും എനിക്കൊരു വീടാകുമ്പോഴത്തേക്ക് എനിക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ പറ്റണേ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ആ വിഷയെല്ലാം സാധിച്ചു. ഇപ്പം ഞാൻ വീട് സ്വന്തമായിട്ട് ഇവിടെ 8.5 വർഷമായിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്ക് മോനാണ് ഇവിടെ വന്ന്, ഞാൻ വെള്ളായണി താമസിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു ഇങ്ങനെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇത്രയില്ല. ഇതിപ്പോൾ 25,500 രൂപയായി സ്റ്റാൻഡ് ചെയ്യുന്നത്. എനിക്ക് കുനിഞ്ഞ് നിന്ന് പച്ചക്കറി വളമിടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇതായിട്ട് എപ്പോഴും പറയും മക്കൾ, അമ്മ ഇതിൻ്റെ മുകളിൽ പാര മുഴുവൻ കയറ്റി. അത് പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു സപ്പോർട്ടും ഈ നാട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഞാൻ ഫുഡ് പ്രോസസ്സിങ് ചെയ്യുന്ന ഒരാൾ. ഇത് മാത്രമല്ല, ഞാനിത് ചെയ്യാൻ ആദ്യത്തെ ആരംഭം എന്ന് പറയാൻ കൂടെ ഒന്ന് പറയാം. ഞാൻ കോവിഡ് കാലത്ത് ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാനൊരു വിരുവിരുത്ത സ്വഭാവമുള്ള ഒരാൾ, അടങ്ങിയിരിക്കില്ല. അങ്ങനെയാണ് തയ്ക്കും. എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ മേക്കിങ് ചെയ്യുന്ന ഒരാളാണ്. മോക്ക് ചുരിദാറുണ്ട്. അത് മോക്ക് പറ്റത്തില്ല, ഇപ്പോഴത്തെ ഫാഷനുകളൊന്നും പറ്റത്തില്ല. അവർ കൂടുതൽ പൈസ കൊടുത്ത് വെളിയിൽ കൊടുത്ത് തയ്ക്കും. എന്നിട്ട് പിന്നെ അങ്ങനെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇവിടെ ഒരു 20 മൂട് തക്കാളി
കോവിഡ് കാലത്ത് വെളിയിറങ്ങാൻ പറ്റാണ്ടായി. അന്നേരം വരെ ഞാൻ അത് കടയിൽ നിന്ന് വാങ്ങിയ തക്കാളിയിൽ നിന്ന് തന്നെ ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്ത് ഒരു 20 മൂട് തക്കാളി വെച്ചു. അതൊരു വലിയ നല്ല പൊക്കത്തിൽ പോയ തക്കാളിയായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്തു, ശരിക്കും ഞാൻ വിളവെടുത്തു. അങ്ങനെ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൃഷി തുടങ്ങി. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അച്ചാർ ചെയ്തു. അപ്പം കൃഷി തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ അങ്ങ് ഒരു ഗ്രാമസേവ മറന്നും പറഞ്ഞില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഗ്രാമസേവരുന്ന പറയുന്നത്, ഇന്ന് അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ അതിന് പേര് പറയുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് കൃഷി ഭവനിലോട്ട് പോയി. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളാണ്, ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ശ്രീജ മേഡമാണ് ഇവിടെ ഇരുന്നത്. ശ്രീജ മേഡം വന്ന് നോക്കി, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ പോയി. എന്നിട്ട് അത് കഴിഞ്ഞു പിന്നെ അവരിപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് അപ്പം കൃഷി ആവശ്യത്തിന് നമുക്ക് തൈ തരാൻ തുടങ്ങി. എനിക്ക് തരും. പിന്നെ അത് കഴിഞ്ഞ് അത് ചെറിയ തൈയാണ്. അതിൽ നമ്മൾ പിന്നെ അവർ ഇട്ടുകൊണ്ട് വന്നെങ്കിൽ നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്യാബേജും കോളിഫ്ലവറും കൂടെ തിരിഞ്ഞു പോകും. അപ്പൊ അതാണ് ഇത്രയും വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് അത്രയും സ്ഥലം ഒരു 5 മൂട് മതിയായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു എന്ന് അറിയാമോ കാര്യം. എനിക്കിവിടെ സ്ഥലമില്ല എല്ലാം ചെയ്യാൻ. മനസ്സിലായി. ഇപ്പോഴും അത് വിത്ത് പാകിയിരിക്കുകയാണ്. ഇപ്പം വിത്ത് കിളിച്ചതാണ്, ഒരു മേഡം തന്നതാണ് എനിക്ക്. ആ പാവിയിരിക്കണം. ഇന്നലെ കൊണ്ട് നട്ടു വെച്ചതാണ്. വളർന്നു കഴിഞ്ഞാൽ പിന്നെ നടണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇന്നലെ വിത്ത് ഞാൻ എന്നിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത് വെണ്ട തീരുമ്പോൾ അടുത്ത് ഇവിടെ വെണ്ട വെച്ചിരുന്നാണ് നിറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്ര നീളമുള്ള വെണ്ടയാണ് കൊണ്ടുവന്നത്. ഇത്രയും നീളത്തിലേക്കുള്ള മുഴുവൻ പച്ചക്കറികൾ ഞാൻ എനിക്ക് ആവശ്യത്തിൽ ബാക്കിയുള്ളത് ഞാൻ ഗാന്ധി ഭവനിൽ കൊണ്ടുപോയി. ഗാന്ധി ഭവനിൽ കൊണ്ടുപോയിട്ട് പിന്നെ അത് അവിടെ വിൽക്കും, ഇവിടെ സെയിൽ ചെയ്യും. അപ്പം ഞാൻ കൊണ്ടുപോയി അറിയാം ചിലർക്കൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന പച്ചക്കറി എല്ലാവരും കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം അവർ ഓടി വന്ന് എടുത്ത് എടുക്കും. നമ്മൾ അവിടെ വരുന്നതെല്ലാം അങ്ങനെ തന്നെ, മായമില്ലാത്ത പച്ചക്കറി തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് സന്തോഷമാണ് ഇതിൻ്റെ മേലിൽ കയറുമ്പോഴത്തേക്കും. എന്താ ഇവിടെ തന്നെ കയറണമെന്നില്ല, ശരിക്കും വസ്തുക്കളുള്ള ലേഡീസും ഉണ്ട്. അവർ നമ്മളെ ദുരഭിമാനം കളഞ്ഞിട്ട് അവർ നമ്മളെ ഈ കൃഷിയിലോട്ട് എല്ലാവർക്കും നാണക്കേടാണ്. എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്ന വിൽക്കുന്ന ഒരാൾ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല, അവരെ എടുത്തു പറയുന്നില്ല. അപ്പം ഇപ്പൊ ഞാനിപ്പോ ഈ പച്ചക്കറികളെല്ലാം ഞാൻ ഇനി ചെയ്യാത്ത കച്ചവടമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ആദ്യം ഞാൻ ബ്യൂട്ടീഷ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കണ്ണിന്റെ സർജറി കഴിഞ്ഞ പിന്നെ ഞാൻ നിർത്തി. അപ്പൊ ഹസ്ബൻഡ് വലിയ സപ്പോർട്ട് ഇല്ലാത്ത ആളാണ്, ബ്യൂട്ടീഷ്യൻ ഒന്നും ഇതായിട്ട്. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് പോലും ഇടാത്ത ആളായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ബ്യൂട്ടീഷ്യൻ എന്ന് പറയാം. ചെന്നോള ബ്ലോക്കില് ആര്യംകുട് പഞ്ചായത്തിലെ ആദ്യത്തെ ബ്യൂട്ടീഷ്യനാണ് ഞാൻ. അങ്ങനെ ഇപ്പൊ അവിടെയൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പൊ ആളുകൾ ഒളിച്ചൊളിച്ചേ പോകുള്ളൂ. എല്ലാ മേഖലകളിലും ഒന്ന് കൈവച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ഒരു അത് കഴിഞ്ഞ് LIC എടുത്ത്. അപ്പൊ LIC എടുത്തപ്പോഴത്തേക്കാണ് ഈ കോവിഡ് വന്നത്. അപ്പോഴാണ് ഞാൻ പിന്നെ ഈ പണി തുടങ്ങി. എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് എനിക്ക് കൃഷി തന്നെയാണ്. അതെനിക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അത് താഴെ ഇരിക്കുമ്പോൾ എനിക്ക് സുഖമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് വല്ലായിക തോന്നും. പിന്നെ ഒരുപാട് ആളുകളുള്ള ഒരു മെമ്പേഴ്സുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ഒരു ആളുകളെ സംസാരിക്കണം, കലകലാന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആരോട് സംസാരിക്കാം, എന്റെ മോൻ പറയും എന്നെ പറ്റിക്കാമേ അമ്മ അങ്ങനെ എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണെന്ന് പറയും. അങ്ങനെ ആവരുതെന്ന് പറയും. എന്നിട്ട് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ അസുഖം എല്ലാം മാറും എന്നുള്ളതാണ് സത്യം കേട്ടോ. അങ്ങനെ ഇവിടെ വന്നാൽ എനിക്ക് താഴെ പറയാൻ തോന്നുന്നില്ല. ഞാൻ ഓരോ പച്ചക്കറിയുടെയും അതിൻ്റെ അടിയിലും ലീഫിൻ്റെ അടിയിലും നോക്കും എന്താ ഒരു പുഴുണ്ടോ എന്നൊക്കെ. ഞാനിവിടെ ഒരു കറിവേപ്പെടുക്കാൻ വന്നാൽ പോലും എൻ്റെ ചട്ടി സ്റ്റൗവിൽ വെച്ചറിയാം എന്നെ പോലും ഞാൻ പൊട്ടിത്തെറിച്ചാൽ വിടും. ഞാനത് നോക്കി അതിനെ കളഞ്ഞിട്ടേ പോകും എടുത്തിട്ട്. അത് അങ്ങനത്തെ ഒരാളാണ് എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ ഇനി കുറേ കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ട്, വലിയ രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അതിന് പിന്നെ മില്ലറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴും മില്ലറ്റ്സിൻ്റെ കേരള മിഷൻ്റെ ഇതിവിടെ വന്നപ്പോഴത്തേക്കും ഞാനതിൽ ചേർന്ന ആളാണ്. എന്നിട്ട് അപ്പം അതിലിപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നത്. മിത്രനെ അതിൽ പോയിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. എന്നിട്ട് ഒരുപാട് പ്രോസസ്സ് വെള്ളാനി കാങ്കരം കോളേജിലാണ് എനിക്ക് ആദ്യം കിട്ടിയത് കേട്ടോ, ട്രെയിനിങ് കിട്ടിയത്. അപ്പം ആ മേഡത്തിനൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെയുള്ള ഒരു ഇതാണ്. എന്നിട്ട് അപ്പോൾ അവരുടെ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങൾ ചെയ്യും, ഒരുപാട് ഐറ്റംസ്. മില്ലറ്റ്സിൻ്റെ റാഗി ഫ്രൂട്ട് സലാഡ്, വാട്ടർമെലോൺ ജ്യൂസ്, പിന്നെ കുക്കീസ്, പായസം തന്നെ ഒരുപാട് ഫ്ലേവറിൽ ഉണ്ടാക്കും. ഉണ്ണിയപ്പം ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ചക്കയുടെ പ്രോട്ടീൻ, ചക്ക ഫ്രൂട്ട് ഉണ്ടാക്കും, ചക്ക ബർഗർ, ചക്ക കട്ട്ലറ്റ്, ചക്കവട, പിന്നെ ചക്ക പറച്ച് പായസം. അത് പണ്ട് മുതലേ ചെയ്യണം. ഞങ്ങളുടെ ഇഷ്ടംപോലെ ചക്ക ഉള്ളതാണ്, ഇഷ്ടംപോലെ ചക്ക. ഞങ്ങൾ നല്ല വരിക്ക ചക്ക. അപ്പം അതൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളാണ്. അതെല്ലാം ചക്കയിൽ ഒരുപാട് പ്രോഡക്റ്റാണ്. അതിൻ്റെ മുള്ളു പോലും നമുക്ക് കളയാനില്ല. നല്ല കരിമുള്ളില്ലേ അതിൻ്റെ പച്ച നിറത്തിലിരിക്കുന്ന അതുപോലെ അത് നമ്മളിങ്ങനെ ഉണക്കി പൊടിച്ചിട്ട് ഡ്രയറിൽ വെച്ച് ഉണക്കണം. എന്നാലും നമുക്ക് നല്ല ഉണക്ക് കിട്ടുള്ളൂ. എന്നിട്ട് അതിനെ പൊടിച്ച് നമുക്ക് അൾസറിൻ്റെ രോഗമുള്ളവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അത് വെള്ളം ഇട്ട് കുടിക്കാൻ നല്ലതാണ്. ഇതൊന്നും ആരും ചക്ക ആണെങ്കിൽ പഴുത്ത് തൊഴിഞ്ഞ് പോകും.
നമ്മൾ കാണുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് പോകും ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നിപ്പോകും. ഇത്രയും വാല്യൂ ഉള്ള ഒരു മൂല്യം ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ചക്ക എന്ന് പറയുന്നത്. അത്രയ്ക്കും നല്ലൊരു സാധനം. എൻ്റെ മക്കൾക്കും ചക്ക വലിയ ഇഷ്ടമാണ്. ചിലർ കഴിക്കുക ഇപ്പോഴത്തെ കുട്ടികൾ. എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ തന്നെ അവർ ചക്കയും. അപ്പം മോനുണ്ടെങ്കിലാണ് പച്ചക്കറികളൊക്കെ ഇവിടെ കൂടുതലും കഴിക്കുന്നത്. മോളും കഴിക്കും, എന്നാലും എൻ്റെ മോനാണ് കൂടുതൽ ഇഷ്ടം പച്ചക്കറികൾ അങ്ങനെയുള്ള ഒരു സാധനം ഇത്. അപ്പം ഇപ്പം മോൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. മോൻ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകാൻ എല്ലാത്തിനും സപ്പോർട്ടുണ്ട്, കൊണ്ടുപോകാനൊക്കെ. ഇനി ഒരാളെ വെച്ച് ഇത് ചെയ്യണം. ഞാൻ കട എടുക്കാണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോളിപ്പം വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആരെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് പിന്നെ അവൾ പറഞ്ഞു, അമ്മ ഞാൻ പോയിട്ട് മതി, ഇവിടെ ഒന്നും തുടങ്ങിയാൽ പോകത്തില്ല. ഡൽഹിയിൽ ഇവിടെ പിന്നെ നമ്മളെ 5 രൂപ അങ്ങോട്ട് എവിടെയെങ്കിലും തുടങ്ങിയാൽ സിറ്റിയിലായിരിക്കണം. സിറ്റിയിൽ കട തുടങ്ങിയാൽ, അല്ലാതെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം സ്റ്റാൾ വരുമ്പോൾ എനിക്ക് കിട്ടും. പക്ഷേ സ്റ്റാൾ വരുമ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, ഞാൻ കുടുംബശ്രീയിലില്ല, അതുകൊണ്ട് എന്നെ ആരും വിളിക്കത്തില്ല. അതാണ് കാര്യം. ഇവിടെ അതിൽ ചേർത്തിട്ടുമില്ല. അങ്ങനെയുള്ള ഇതാണ്. പിന്നെ ചേർത്താലോട്ട് എനിക്ക് പോകാനും ചിലപ്പോൾ സമയം കിട്ടത്തില്ല. അപ്പോഴും പിന്നെ ബഹളമൊക്കെ കാര്യങ്ങളൊക്കെ ആവൂലേ. അങ്ങനെയുള്ള വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാൾ വരുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടില്ല. MSMEയുടെ ഇവിടെ പെങ്ങൾ പുത്തരി കണ്ടിട്ടുണ്ടായിരുന്നു, അന്നേരം ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ കനകുന്നിൽ കിട്ടി. അങ്ങനെയൊക്കെ. പിന്നെ പഞ്ചായത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കൃഷി ഓഫീസർ വന്നിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. പുള്ളിക്കാരനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതൊക്കെ. സാറ് വന്നപ്പോഴേ അതുപോലെ സാറ് ദൂരദർശനിൽ വന്നപ്പം പറഞ്ഞു കൊടുത്തത് സാറാണ്. അങ്ങനെ എല്ലാവരും കൃഷി ചെയ്യുന്ന അവർക്ക് വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറികൾ കഴിക്കാം. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ പച്ചക്കറികളിലും വിഷം എത്ര ശതമാനമെന്ന് നമ്മളെ കാർഷിക കോളേജിൽ, നമ്മളെ വിളലായനെ കാർഷിക കോളേജിൽ നോക്കിയിട്ടുള്ളതാണ്. അപ്പം അത് പരിശോധിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൽ ഇത്ര മനോരമയുടെ ഒരു ക്ലാസ്സിന് ഞാൻ ട്രെയിനിങ്ങിനോടെ വരാറുണ്ട്, കൃഷിയുടെ ട്രെയിനിങ്ങിന്. അപ്പം വന്നപ്പോഴത്തേക്കും ഇതേപോലെ ഒരു സാറ് നമുക്ക് TV-യിൽ ഇട്ട് കാണിച്ചു തന്നു. ഇത്ര ഓരോ പച്ചക്കറിയിൽ ഇത്ര. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പച്ചക്കറി വാങ്ങാറില്ല. ഞാനൊന്നും വാങ്ങൂല, എന്തായാലും കായ മാത്രം വാങ്ങും. അതും അല്ലാണ്ട് ഞാൻ വേറെ ഒരു ശരിക്കും ആളുകൾ സ്ട്രെങ്ത് കൂടുതൽ വരികയാണെങ്കിൽ, ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി എന്തെങ്കിലും വാങ്ങാനല്ല. അല്ലാതെ ഞാൻ വാങ്ങുകയില്ല. ഇവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടും. എനിക്ക് ചീര, നല്ല പൊന്നാങ്കണ്ണി ചീരയുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കുന്ന ഒരു ദിവസത്തേക്കുള്ള എല്ലാം കിട്ടും. അതേപോലെ ഒരു സ്ത്രീകൾ അവർ തനിയെ ആരെ ആശ്രയിക്കാതെ, മക്കളെ ഭർത്താവിനെയൊന്നും, എനിക്ക് എൻ്റെ ഒരു തിയറി അതാണ്, ആരെ ആശ്രയിക്കാതെ ഒരു ജീവിതമാണ് ഞാൻ എന്നുവെച്ചാൽ അവരെ നോക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് കയറിയാണ്. എൻ്റെ മക്കൾക്ക് തന്നെ രണ്ട് മക്കൾക്ക് തന്നെ ജീവനാണ്. ഇതുപോലെ ഒരിടത്തും ഒരു മക്കളെ കിട്ടില്ല, അത്ര ജീവനാണ് ഞാൻ. അപ്പം ഞാൻ ഓർക്ക് എവരെ എന്തിനെന്നെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് അവർക്കൊക്കെ എല്ലാവരും ഇതുപോലെയുള്ള ഒരു ആക്റ്റീവായിട്ട് അവരെ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവർക്ക് ഇത് ചെയ്താൽ ഒരു സന്തോഷം കിട്ടും മനസ്സിന്. ഒരുപാട് അസുഖമുള്ളവർ ഇതൊക്കെ ചെയ്യണവരും ഉണ്ട്, എനിക്കറിയാമെന്നുള്ള ആൾക്കാരും ഉണ്ട് അതേപോലെ. അപ്പം ചുമ്മാണ്ടിരിക്കാതെ ഇതെല്ലാം ചെയ്ത് നമുക്കൊരു വരുമാനവും ഉണ്ടാക്കാം. നാണക്കേട് വിചാരിക്കേണ്ട, ഒരു കുറവെന്ന് കരുതണ്ട. നമ്മൾ ഇതിൻ്റെ നമുക്ക് ആവശ്യത്തിലധികം ബാക്കിയുള്ളതിനെ നമുക്ക് വിറ്റ് കാശുമാക്കാം.